CMRL എക്സാലോജിക് ഇടപാടിൽ ചോദ്യങ്ങൾ തുടരുകയാണ്. KSIDC നൽകിയ കത്ത് ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിയുമായുള്ള പണമിടപാട് സംബന്ധിച്ച് CMRLനോട് വിശദീകരണം തേടിയതിന്റെ രേഖ ഹാജരാക്കാൻ KSIDCയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. CMRLനോട് വിശദീകരണം തേടിയെങ്കിലും മറുപടി ലഭിച്ചില്ലെന്ന് KSIDC അറിയിച്ചതിനെ തുടർന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഈ നിർദ്ദേശം നൽകിയത്. KSIDC സാവകാശം തേടിയതിനെ തുടർന്ന് ഹർജി 26-ന് പരിഗണിക്കാൻ മാറ്റി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നിർത്തണമെന്ന് KSIDC ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. പണമിടപാട് ആരോപണം ശരിയെങ്കിൽ കേരള സർക്കാർ സ്ഥാപനമായ KSIDCയുടെ പണമാണ് പാഴാക്കിയിരിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. CMRLൽ KSIDCക്ക് നോമിനി ഡയറക്ടറുണ്ട്. സ്വതന്ത്ര ഡയറക്ടറേക്കാൾ ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. വ്യവസായങ്ങൾക്ക് പണം നൽകുന്ന സാമ്പത്തിക സ്ഥാപനമായ KSIDCയുടെ വിശ്വാസ്യതയെയും ക്രെഡിറ്റ് റേറ്റിംഗിനെയും അന്വേഷണം ബാധിക്കുമെന്ന് KSIDC അറിയിച്ചു. എന്നാൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ കുറ്റക്കാരാണോ എന്ന് വ്യക്തമാകൂവെന്നും കേന്ദ്ര സർക്കാർ വിശദീകരിച്ചു. സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ CS വൈദ്യനാഥനാണ് KSIDCക്ക് വേണ്ടി ഹാജരായത്. SFIO അന്വേഷണം ആവശ്യപ്പെട്ട ഷോൺ ജോർജ് നൽകിയ ഹർജി 26-ന് പരിഗണിക്കാൻ മാറ്റി. SFIO അന്വേഷണം ആരംഭിച്ചതിനാൽ ഈ ഹർജിയിലെ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് CMRL ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല. ഇതിനിടെ കരിമണൽ കർത്തായ്ക്ക് വേണ്ടി മുഖ്യമന്ത്രി നിയമവിരുദ്ധ നീക്കം നടത്തിയെന്ന ആരോപണവുമായി മാത്യു കുഴൽനാടനും രംഗത്ത് വന്നിരുന്നു. പ്രത്യുപകാരമായി വീണയ്ക്ക് മാസം 5 ലക്ഷം വീതം നൽകിയെന്നും കുഴൽനാടൻ ആരോപിച്ചിരുന്നു. CMRL കമ്പനിയുടെ സഹോദര സ്ഥാപനമായ KREMLന് ധാതുഖനനത്തിന് അനുമതി നൽകാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമവിരുദ്ധമായി ശ്രമം നടത്തിയെന്നും അതിനുള്ള പ്രത്യുപകാരമാണ് മകൾ വീണയ്ക്കും കമ്പനിക്കും ലഭിച്ച പണമെന്നും മാത്യു കുഴൽനാടൻ MLA ആരോപിച്ചു. 2004-ൽ UDF സർക്കാരിന്റെ കാലത്ത് അനുവദിക്കുകയും 10 ദിവസത്തിനകം റദ്ദാക്കുകയും ചെയ്ത ഖനനാനുമതി 2018-2019-ൽ വീണ്ടും നൽകാൻ മുഖ്യമന്ത്രി താൽപര്യമെടുത്തതായി കുഴൽനാടൻ ആരോപിച്ചു. ഇതിനായി ഫയൽ വിളിച്ചുവരുത്തി പ്രത്യേക യോഗം വിളിച്ചു. സ്വകാര്യ മേഖലയിൽ കേന്ദ്രം ധാതുമണൽ ഖനനം നിയന്ത്രിച്ച ശേഷവും KREMLന് വേണ്ടി മുഖ്യമന്ത്രി ശ്രമം തുടർന്നുവെന്നും കുഴൽനാടൻ ആരോപിച്ചു. തിങ്കളാഴ്ച നിയമസഭയിൽ എഴുതി നൽകുകയും സ്പീക്കർ അനുമതി നിഷേധിക്കുകയും ചെയ്ത ആരോപണമാണ് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ പരാമർശിക്കുന്ന ഫയൽ കുറിപ്പുകൾ ഉൾപ്പെടെ ആരോപണത്തിന് ആധാരമായ തെളിവുകളും കുഴൽനാടൻ പുറത്തുവിട്ടു. ശശിധരൻ കർത്തായുടെ ഉടമസ്ഥതയിലുള്ള കേരള റയർ എർത്ത് മിനറൽസ് ലിമിറ്റഡിന് 2004-ൽ ആലപ്പുഴ ആറാട്ടുപുഴ വില്ലേജിൽ കരിമണൽ വാരാൻ 4ഇടത്തായി 46 ഏക്കർ തീരഭൂമി പാട്ടത്തിന് നൽകിയത് UDF സർക്കാരാണ്. എതിർപ്പുയർന്നതോടെ അനുമതി റദ്ദാക്കി. KREML ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ചു. സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. ഹൈക്കോടതി വിധി സുപ്രീംകോടതി ശരിവെച്ചെങ്കിലും ഖനനം ധാതു നിക്ഷേപത്തെ ബാധിക്കുന്ന സാഹചര്യത്തിൽ പാട്ടത്തിന് നൽകിയ സ്ഥലം പ്രത്യേക വിജ്ഞാപനത്തിലൂടെ സർക്കാരിന് തിരിച്ചെടുക്കാമെന്ന് വ്യക്തമാക്കി. 2016 ഏപ്രിലിൽ തെരഞ്ഞെടുപ്പ് സമയത്തായിരുന്നു ഉത്തരവ്. പിന്നീട് വന്ന പിണറായി സർക്കാർ സ്ഥലം ഏറ്റെടുത്തില്ല. 2016 ഡിസംബറിലാണ് കർത്തായുടെ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്ക് മാസം 5 ലക്ഷം രൂപ വീതം നൽകി തുടങ്ങിയത്. ഇതിന് പിന്നിൽ ഖനന താൽപര്യമായിരുന്നുവെന്നും കുഴൽനാടൻ ആരോപിച്ചു. KREMLന് നൽകിയ ഭൂമി തിരിച്ചെടുത്തിട്ടില്ലെന്ന് കുഴൽനാടൻ ആരോപിച്ചു. ആരോപണങ്ങൾ മുഖ്യമന്ത്രി നിഷേധിച്ചാൽ തെളിവുകളുടെ 2 ഭാഗങ്ങൾ കൂടി പുറത്തുവിടുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ CMRL കമ്പനിയുമായുള്ള പണമിടപാടുകൾ സംബന്ധിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയോട് കർണാടക ഹൈക്കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ഹർജിയിൽ വിധി പറയും വരെ അറസ്റ്റ് പാടില്ലെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണെന്നും കടുത്ത നടപടി ഉണ്ടാകില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുമുണ്ട്. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം SFIO സമാന്തര അന്വേഷണം നടത്തുന്നത് നിയമപരമല്ലെന്നും ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങൾ സീരിയസ് ഫ്രോഡ് അല്ലെന്നുമാണ് എക്സാലോജിക് വാദിച്ചത്. CMRLുമായി ബന്ധപ്പെട്ട 135 കോടി രൂപയുടെ ക്രമക്കേട് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ സുതാര്യമല്ലാത്ത ഒട്ടേറെ ഇടപാടുകൾ നടന്നിരിക്കാമെന്നും പോലീസിനെയും മറ്റും ഇടപെടുത്താൻ അധികാരമുള്ള SFIO തന്നെ അന്വേഷിക്കേണ്ടതുണ്ടെന്നും കേന്ദ്രം വാദിച്ചു. CMRLന് ഒരു സേവനവും നൽകാതെ എക്സാലോജിക്ക് 1.25 കോടിയോളം രൂപ കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്ന് SFIO കോടതിയെ അറിയിച്ചു.